السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ പുതിയ സംരംഭമായ ബസ്മല ഓൺലൈൻ അക്കാദമിക്ക് കീഴിൽ മഹാനായ അബ്ദുൽ അസീസ് മഖ്ദൂം റഹിമഹുല്ലയുടെ അർക്കാനുൽ ഈമാൻ എന്ന കിതാബ് ആധാരമാക്കി നിസ്കാരവും അനുബന്ധ കാര്യങ്ങളും പഠിക്കുന്ന കോഴ്സിന് തുടക്കമാവുകയാണ്. അൽഹംദുലില്ലാഹ്, നിസ്കാരം പഠിക്കുക എന്നത് നമുക്ക് ഫർള് ഐനായ കാര്യമാണ്. നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ തെറ്റുകൾ വരുന്നില്ല, ശറഅ് കൽപ്പിച്ച രൂപത്തിൽ തന്നെയാണ് എൻ്റെ നിസ്കാരമുള്ളത് എന്ന് ഉറപ്പുവരുത്തൽ ഓരോ വിശ്വാസിക്കും കടമയുള്ള കാര്യമാണ്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുസ്ലിമായ ആണിനും പെണ്ണിനും ഫർളായ കാര്യമാണ് ഇൽമ് പഠിക്കുക എന്നുള്ളത്. നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം അറിവുകളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിസ്കാരം നമ്മൾ പഠിക്കുമ്പോൾ മഹാന്മാരായ നമ്മുടെ പൂർവികരായ ഉലമാ ഫുഖഹാ പഠിപ്പിച്ചിട്ടുള്ള വ്യവസ്ഥകൾ അനുസരിച്ച്, അവർ പഠിപ്പിച്ചതനുസരിച്ച് അവരെങ്ങനെയാണ് നിസ്കാരത്തെ വിശദീകരിച്ചതെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആൻ നോക്കി 5 വഖത്ത് നിസ്കാരം അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് ചിലപ്പോൾ 5 വഖത്ത് നിസ്കാരങ്ങളുടെ പേര് പോലും ഖുർആനിൽ കണ്ടെന്ന് വരില്ല. ളുഹർ നിസ്കാരം 4 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, സുബ്ഹി 2 റക്അത്താണ് എന്ന് പോലും വിശുദ്ധമായ ഖുർആനിൽ എവിടെയും ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതെല്ലാം അറിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച്, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചതനുസരിച്ച് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള നമ്മുടെ മഹാരഥന്മാരായ ഉലമാ അവർ നിസ്കാരത്തിന് കൃത്യമായ ഷർത്തും ഫർളുകളും വിശുദ്ധമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി വെച്ചു. അത് അംഗീകരിക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും. അതുകൊണ്ട് തന്നെ 4 മദ്ഹബ് അംഗീകരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ നിർബന്ധമാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ കേരളക്കാർ ഷാഫിഈ മദ്ഹബ് അനുധാവനം ചെയ്യുന്നവരാണ്. ഈ ഷാഫിഈ മദ്ഹബിൽ തന്നെ നിസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും വിശദീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ വളരെ ഹ്രസ്വവും ലളിതവും എന്നാൽ കൂടുതൽ നമുക്ക് സുതാര്യമായി പഠിക്കാമെന്ന് മനസ്സിലാക്കിയ ഒരു കിതാബാണ് മഹാനായ അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങളുടെ അർക്കാനുൽ ഈമാൻ എന്ന കിതാബ്. അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ മകനാണ്, അവിടുത്തെ പ്രധാന ശിഷ്യനാണ്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ വഫാത്തിനു ശേഷം പൊന്നാനി ജുമാഅത്ത് പള്ളിയിലെ ഖാദിയായി, മുദർരിസായി അവിടെ തന്നെ ദർസ് നടത്തി അങ്ങനെ വഫാത്തായി പോയ മഹാനാണ് അദ്ദേഹം. നമ്മുടെ ഫത്ഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ രണ്ടാമൻ അവരുടെ ഉസ്താദാണ്. അതുപോലെ അവരുടെ ഉപ്പയുടെ സഹോദരനാണ് മഹാനായ അബ്ദുൽ അസീസ് മഖ്ദൂം റളിയല്ലാഹു അൻഹു. അപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ മകനും സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ വാപ്പയുടെ സഹോദരനുമാണ് അബ്ദുൽ അസീസ് മഖ്ദൂം റളിയല്ലാഹു അൻഹു. അക്കാലത്ത് സാമൂതിരി രാജാവിനോട് കൂടെ ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിനെതിരെ ചാലിയത്ത് വെച്ച് നടന്ന ചരിത്ര പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ഈ മഹാനായ അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും കേരളക്കരയിൽ വിശുദ്ധമായ ഇസ്ലാമിന് അസ്തിത്വം നൽകിയ പ്രമുഖരായ മഹാരഥന്മാരിലെ പ്രധാനിയാണ് മഹാനായ അബ്ദുൽ അസീസ് മഖ്ദൂം എന്ന് നമുക്കറിയാം. അവർ ദർസുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ കിതാബ് നിങ്ങൾക്ക് 10 കിതാബിൻ്റെ കിതാബ് മറിച്ച് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് അർക്കാനുൽ ഈമാൻ എന്ന കിതാബ് കാണാൻ സാധിക്കും.
വളരെ പരമാവധി ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കിതാബിൻ്റെ ആശയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കിതാബിലേക്ക് കിടക്കണം. കിതാബില്ലാത്തവർ വിഷമിക്കേണ്ട. ഞാൻ അർത്ഥം വെക്കുന്ന സമയത്ത് ആ കിതാബിൻ്റെ വരികൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കൃത്യമായി കാണാൻ സാധിക്കും. അപ്പോൾ അത് നോക്കി കൃത്യമായി അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുക. നമ്മുടെ ഈ കിതാബിൻ്റെ ഒരു ശൈലി, ഇതിൻ്റെ പേര് അർക്കാനുൽ ഈമാൻ ആണെങ്കിലും പ്രധാനമായും ഇതിൽ നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിസ്കാരത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പ്രാഥമികമായി മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കിതാബിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദു. ഏത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം ബിസ്മിയും ഹംദും സലാത്തും സലാമും ചൊല്ലുക എന്നുള്ളത് പ്രാരംഭ മര്യാദകളിൽപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം പറയാം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ബറക്കത്ത് തേടി ഞാൻ തുടങ്ങുന്നു. അള്ളാഹുവിൻ്റെ പേര് ബറക്കത്തിനുള്ളതാണ്. ആ ബറക്കത്ത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസ്മി കൊണ്ട് ഏത് കാര്യവും തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിവിടെ അർത്ഥം വെക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ബറക്കത്ത് തേടാൻ പറ്റിയ ഏതൊക്കെ പേരുകളുണ്ടോ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളും മുബാറക്കാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ പേരുകളെ കൊണ്ടും ബറക്കത്ത് തേടിക്കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാനി അർ റഹീമി. ഇവിടെ അള്ളാഹു തആല ബിസ്മിയിൽ ഉൾപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട അസ്മാഉകളാണത്. ഒന്ന് അർ റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പടച്ച റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരും അള്ളാഹുവിന് വഴിപ്പെടാതെ ജീവിക്കുന്നവരുമായ ആളുകളുണ്ട്. അവർക്കൊക്കെയും ഒരുപോലെ അനുഗ്രഹം ചെയ്യുന്നവനാണ് അള്ളാഹു ഈ ദുനിയാവിൽ. അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. അർ റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ട് ജീവിച്ചവർക്കു മാത്രം നാളെ ആഖിറത്തിൽ പ്രത്യേകമായ റഹ്മത്ത്, പ്രത്യേകമായ കാരുണ്യം ചെയ്യുന്ന അള്ളാഹു. അപ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ബറക്കത്ത് തേടുന്നവനായി ഞാൻ തുടങ്ങുന്നു. റഹ്മാൻ്റെ അർത്ഥം പറഞ്ഞു, റഹീമിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനി അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്. സർവസ്തുതികളും അള്ളാഹുവിനിക്കാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഇങ്ങനത്തെ അള്ളാഹുവാണ് റബ്ബിൽ ആലമീൻ, സർവലോകരുടെയും രക്ഷിതാവായ സർവലോകരുടെയും രക്ഷിതാവായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. അപ്പോൾ ലോകത്തുള്ള സർവ സൃഷ്ടി ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനനായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും എന്നായി അർത്ഥം. ഇനി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ ഏത് കാര്യം തുടങ്ങുമ്പോഴും ഉണ്ടാവേണ്ട മറ്റൊരു മര്യാദയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും പറയുക എന്നുള്ളത്. അത് ഹബീബായ തങ്ങളോടുള്ള വലിയ കടപ്പാടിൻ്റെ ഭാഗം കൂടെയാണ്. അതുകൊണ്ട് തന്നെ വസ്സലാത്തു അർത്ഥം പറയാം അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ റഹ്മത്ത്, പ്രത്യേകമായ കാരുണ്യം. സ്വലാത്തിൻ്റെ അർത്ഥം മഹാന്മാർ പറഞ്ഞത് അർ റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅസീം, ആദരവോടുകൂടെ അള്ളാഹു ചെയ്യുന്ന റഹ്മത്ത്, അള്ളാഹു ചെയ്യുന്ന കാരുണ്യം എന്നാണ്. അപ്പോൾ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായി നൽകുന്ന അവൻ്റെ കാരുണ്യം. അതുപോലെ തന്നെ വസ്സലാമു, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും പ്രത്യേകമായ രക്ഷയും, അതൊക്കെയും അലാ സയ്യിദിന മുഹമ്മദ്, നമ്മുടെ നേതാവാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. അതൊരു പ്രാർത്ഥനയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തും പ്രത്യേകമായ രക്ഷയും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ വആലിഹി, പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തും സലാമും ചൊല്ലുമ്പോൾ പാലിക്കേണ്ട മറ്റൊരു മര്യാദയാണ് കൂടെ മുത്തുനബി തങ്ങളുടെ കുടുംബത്തെയും അവിടുത്തെ സഹാബത്തിനെയും കൂട്ടിച്ചേർത്ത് പറയുക എന്നുള്ളത്.
അതാണ് നമ്മുടെ മുസന്നിഫ്, നമ്മുടെ ഗ്രന്ഥരചയിതാവ് ചെയ്യുന്നത്. വ ആലിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിലും ഉണ്ടാകട്ടെ. വ സഹ്ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ മേലിലും ഉണ്ടാകട്ടെ. അജ്മഈൻ, എല്ലാവരുടെ മേലിലും ഉണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബനു ഹാഷിം, ബനു മുത്തലിബ് ഗോത്രങ്ങളിലെ മുത്തുനബി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മുഅ്മിനീങ്ങളായ ആളുകളാണ്. ഈ രണ്ട് ഗോത്ര പരമ്പരയിൽ വരുന്ന മുഅ്മിനീങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആലാണ്, കുടുംബമാണ്. പ്രത്യേകിച്ച് അഹ്ലുബൈത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കള്, പേരമക്കളായി വന്നിട്ടുള്ള തങ്ങന്മാരായ ആളുകളൊക്കെയും ആലിൽ എന്തായാലും പെടുന്നവരാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ഈമാനോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് മുത്തുനബി തങ്ങളുള്ള ഒരു സദസ്സിൽ കൂടിയിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി എന്ന പദവിക്ക് അർഹരാണ്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ച് ബിസ്മി ചൊല്ലി ഹംദു പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും പറഞ്ഞ് നമ്മുടെ മുസന്നിഫ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥരചയിതാവാട്ടോ, ഗ്രന്ഥരചന നടത്തിയ നമ്മുടെ അബ്ദുൽ അസീസ് മഖ്ദൂം റഹിമഹുല്ലാ മഹാനവറുകൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വബഅദു, പ്രാരംഭ മുറകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ബിസ്മി ഹംദ് സ്വലാത്ത് സലാം എന്നിവയ്ക്ക് ശേഷം നമുക്ക് പറയാനുള്ളത് എന്താണ്? ഫഅർക്കാനുൽ ഈമാനി സിത്ത. ഞാൻ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ മുമ്പ് ആദ്യം ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈമാൻ ഉണ്ടായിട്ടേ മറ്റേതും ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഈമാൻ ഇല്ലാത്ത ഒരാൾ പിന്നെ ഏത് നന്മ ചെയ്താലും ആ ഒരു മെമ്പർഷിപ്പ് എടുക്കാത്തത് കൊണ്ട് അയാളുടെ ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ഈമാൻ ഉറപ്പിക്കുക, ഈമാൻ കാര്യം കൃത്യമായി നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ചുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുകയാണ്, ഫഅർക്കാനുൽ ഈമാനി സിത്തത്തുൻ, ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. ഏതാണ് 6? ഒന്ന്, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് അള്ളാഹു ഉണ്ടെന്നുറപ്പിക്കുക. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാജിബായ 20 സിഫത്തുകളെ കൊണ്ടും മുസ്തഹീലായ 20 സിഫത്തുകളെ കൊണ്ടും ജായിസായ ഒരു സിഫത്ത് കൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അള്ളാഹു എന്ന് പറയുന്ന ആ മഹാശക്തി ഈ പ്രപഞ്ചത്തിലുള്ളതാണെന്ന്, ഈ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ആ യജമാനനായ അള്ളാഹുവാണെന്ന ആ കറകളഞ്ഞ വിശ്വാസം, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ആ അള്ളാഹുവിനിക്ക് മാത്രമേ ഇബാദത്തുകൾ, ആരാധനകൾ സമർപ്പിക്കാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വിശ്വാസം, ആ വിശ്വാസമാണ് ഈമാൻ കാര്യത്തിലെ ഒന്നാമത്തത്. അപ്പോൾ അൽ ഈമാനു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. രണ്ടാമതായി വമലായികതിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണെന്നും ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, ഒരു തെറ്റുപോലും ജീവിതത്തിൽ ചെയ്യാത്ത, അള്ളാഹു പറഞ്ഞത് അതേപടി അംഗീകരിക്കുകയും അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്ന, ഒരു തെറ്റും ചെയ്യാത്ത പാപസുരക്ഷിതരായ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അടിമകളാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്ത് എന്ന് നമ്മൾ വിശ്വസിക്കണം. മലായിക്കത്തിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളെ കുറിച്ച് വിശ്വസിക്കലാണ് അൽ ഈമാനു ബിൽ മലായിക്ക. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്നാമത്തത് വകുതുബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ വിശ്വസിക്കുക. അള്ളാഹു തആല 4 കിതാബുകൾ ആർക്ക് നൽകിയിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട് അല്ലേ? തൗറാത്ത് മൂസാ നബിക്ക്, ഇഞ്ചീൽ ഈസാ നബിക്ക്, സബൂർ ദാവൂദ് നബിക്ക്, വിശുദ്ധമായ ഖുർആൻ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതോടൊപ്പം 100 ഏടുകൾ മറ്റു പല അമ്പിയാക്കൾക്കുമായി അള്ളാഹു നൽകിയിട്ടുണ്ട്. അതടക്കം അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. അത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ഈ മനുഷ്യരെ സമുദ്ധരിക്കാൻ വേണ്ടി, നേർവഴിക്ക് നടത്താൻ വേണ്ടി, അവർക്ക് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും നിയമങ്ങളും അറിയിക്കാൻ വേണ്ടി അള്ളാഹു തആല അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള കിതാബുകൾ അത് ഉണ്ട്, അത് ശരിയാണ്, അത് ഹഖാണ് എന്ന് വിശ്വസിക്കലാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം വറുസുലിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ആ അമ്പിയാക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവരാണെന്നും അവർ പാപ സുരക്ഷിതരാണെന്നും അതുപോലെ അവർക്ക് നിർബന്ധമായ 4 സിഫത്തുകളും മുസ്തഹീലായ 4 സിഫത്തുകളും ഉൾപ്പെടെ, ജായിസായ സിഫത്തുകൾ ഉൾപ്പെടെ അവരെ കുറിച്ച് കൃത്യമായി വിശ്വസിക്കൽ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നാലാമത്തത്. പിന്നെയോ വൽ യൗമിൽ ആഖിർ, അഞ്ചാമത്തെ കാര്യം അന്ത്യനാളിൽ വിശ്വസിക്കുക. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ അല്ലാഹു തആല പുനർജീവിപ്പിക്കും. നമ്മൾ പുനർജീവിപ്പിച്ചിട്ട് വിചാരണയും സ്വർഗവും നരകവുമുള്ള ഒരു യൗമിൽ ആഖിർ, അന്ത്യനാള് നമുക്ക് വരാനുണ്ടെന്ന് വിശ്വസിക്കൽ ഓരോ വിശ്വാസിക്കും കടമയാണ്, ഓരോ വിശ്വാസിക്കും നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അന്ത്യനാളിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം അത് ഈമാൻ കാര്യത്തിലെ അഞ്ചാമത്തെ കാര്യമാണ്. അതുപോലെ ആറാമത്തെ കാര്യം വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഖദർ ഖദായിലുള്ള വിശ്വാസം. അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നവനും നേരത്തെ പടച്ച റബ്ബ് തീരുമാനിച്ചതാണ് ഇവിടെ നടക്കുന്നതെന്നുമുള്ള പൂർണ്ണമായ വിശ്വാസം. അത് നന്മയായാലും തിന്മയായിരുന്നാലും ഇവിടെ നടക്കുന്ന ഏതെല്ലാം നന്മകളുണ്ടോ അതാണ് വൽ ഖദ്രി, ഖദറിൽ വിശ്വസിക്കുക. ആ ഖദർ ഖൈരിഹി വശർരിഹി, അതിലെ നന്മയും ഉണ്ടാകാം തിന്മയും ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ അതിലെ നല്ലതും ഉണ്ടാകാം ചീത്തയും ഉണ്ടാകാം. നമുക്ക് നല്ലതെന്ന് തോന്നുന്നതായാലും നമുക്ക് പ്രയാസകരമെന്ന് തോന്നുന്നതായാലും എല്ലാം മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന ഉറച്ച വിശ്വാസം അത് ഈമാൻ കാര്യത്തിൽ ആറാമത്തെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖദർ ഖദാഇൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ക്ഷമിക്കുകയും അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളെ മറക്കാതെ അതിന് നന്ദി ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് സംഭവിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഈമാൻ കാര്യങ്ങൾ 6 പറഞ്ഞു. അൽ ഈമാനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഇങ്ങനെ 6 ഈമാൻ കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇസ്ലാം കാര്യങ്ങൾ 5ആണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക. വ അർക്കാനുൽ ഇസ്ലാം ഖംസ, എത്രയാണ്? ഇസ്ലാം കാര്യങ്ങൾ 5ആണ്. 1 ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു ഇലാഹുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുക. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഉച്ചരിക്കുക, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, രണ്ടും വേണം. നമ്മളൊരാളെ മുസ്ലിമായി അംഗീകരിക്കണമെങ്കിൽ ഖൽബിൽ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല, നാവ് കൊണ്ട് അത് പുറത്തേക്ക് പറയുകയും ചെയ്യൽ അനിവാര്യമാണ്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതോടൊപ്പം വ അന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായ അബ്ദുല്ലാഹ് എന്നവർക്കും ആമിന ബീവിക്കും ജനിച്ചിട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അള്ളാഹു തആല നമ്മെ സമുദ്ധരിക്കാൻ വേണ്ടി അയച്ച അവൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കൽ അനിവാര്യമാണ്. നബിയും റസൂലും വ്യത്യാസമുണ്ട്. അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചാൽ നബിയായി. എന്നാൽ വഹി ലഭിക്കലോടൊപ്പം ആ വഹി ലഭിച്ച കാര്യം മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയുണ്ടാകുമ്പോഴാണ് റസൂലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽപ്പെട്ടയാളാണ്. ഏതായിരുന്നാലും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും
അതുപോലെ അന്ത്യപ്രവാചകനാണെന്നും മുത്തനബി തങ്ങൾക്ക് ശേഷം ഇനി മറ്റൊരു പ്രവാചകൻ ഇല്ല എന്നും വിശ്വസിക്കൽ അത് ഇസ്ലാം കാര്യത്തിൻ്റെ ഒന്നാമത്തെ കാര്യമാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ ഇല്ല എന്നും ആ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കൽ, അതാണ് ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? വ ഇഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുക. 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങളുണ്ട്, അത് ആയി കൃത്യമായി നിലനിർത്തി നിസ്കരിച്ചു പോവുക എന്നുള്ളത് അത് ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തെ കാര്യമാണ്. അതുണ്ടാകുമ്പോഴേ ഒരാൾ മുസ്ലിം ആകുന്നുള്ളൂ. അതുപോലെ വ ഈതാഉസ് സക്കാ, സക്കാത്ത് നൽകുക, സക്കാത്ത് കൊടുക്കുക. അപ്പോൾ സക്കാത്ത് എല്ലാവർക്കും ഉണ്ടാവില്ല. സക്കാത്ത് നിർബന്ധമാവാൻ ചില ഷർത്തും ഫർദുകളൊക്കെ ഉണ്ട്. ഇപ്പം നിസ്കാരത്തെ നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിനും ചില ഷർത്തും ഫർദുകളൊക്കെ ഉണ്ട്, അവരാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ സക്കാത്തിനും ചില ഷർത്തുകളും ഫർദുകളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കപ്പെട്ട് അതൊക്കെ ആ ഷർത്തൊക്കെ ഒക്കുമ്പോൾ സക്കാത്തും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ വസൗമു റമദാൻ, റമദാൻ മാസം പൂർണ്ണമായും നോമ്പ് നോൽക്കുക. റമദാൻ 29 ദിവസമോ 30 ദിവസമോ ഉണ്ടാവാം. ആ ഉള്ള ദിവസങ്ങൾ മുഴുവനും പകലിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഇസ്ലാം കാര്യത്തിലെ നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് വഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീലാ, ഹിജ്ജുൽ ബൈത്ത്, കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുക. അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ പുരാതന വീട് എന്നാണ് അർത്ഥം. ഏറ്റവും പുരാതനമായ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആദ്യമായി പടച്ച അള്ളാഹുവിൻ്റെ ഭവനമാണ് കഅബ. ആ കഅബയാകുന്ന വീട്ടിൽ ചെന്ന് അതിൻ്റെ പരിസരത്തു ചെന്ന് നിർവഹിക്കേണ്ട അമലാണ് ഹജ്ജ്. ആ കഅബത്തിങ്കൽ ചെന്നുള്ള ഹജ്ജാണ് ഇസ്ലാം കാര്യത്തിലെ അഞ്ചാമത്തെ കാര്യം. അത് ആർക്കാണ് നിർബന്ധം? അത് ഒരാളാണ് ഹജ്ജ് ചെയ്യേണ്ടത്. എങ്ങനത്തെ ഒരാളാണ്? ഇസ്തതാഅ ഇലൈഹി, ആ കഅബയിലേക്ക് അവനിക്ക് സാധ്യമാണ്, സബീലൻ, എല്ലാ മാർഗവും, കഅബയിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ മാർഗവും സാധ്യമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് വേണം, ആരോഗ്യം വേണം, സൗകര്യങ്ങൾ വേണം. ഇതെല്ലാം റെഡിയായി ഹജ്ജിന് പോവാനുള്ള സമ്പത്തും ശാരീരിക ക്ഷമതയും എല്ലാം ഒത്തിണങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കഅബത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യുക എന്നത് ഇസ്ലാം കാര്യത്തിലെ അഞ്ചാമത്തെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈമാൻ കാര്യം 6ഉം ഇസ്ലാം കാര്യം 5ഉം പറഞ്ഞു കഴിഞ്ഞു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് 1, വ ഇഖാമുസ് സലാഹ് 2, വ ഈതാഉസ് സക്കാഹ് 3, വ സൗമു റമദാൻ 4, വ ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല 5. ഇങ്ങനെ 5 ഇസ്ലാം കാര്യങ്ങളും 6 ഈമാൻ കാര്യങ്ങളുമാണുള്ളത്. ഇത് പ്രാഥമികമായി നമുക്കുണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിലെ നിസ്കാരത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നാളത്തെ ക്ലാസ് മുതൽ നമ്മൾ പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് ഇൽമു പറഞ്ഞു തന്ന നമ്മുടെ ഉസ്താദുമാരുടെയും ഈ അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങളുടെയും അവരുടെ ഉപ്പയും അവരുടെ ഉസ്താദുമായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെയും ഫത്ഹുൽ മുഈൻ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീറിൻ്റെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓതിയാണ് നമ്മൾ ഓരോ ക്ലാസ്സും അവസാനിക്കുക. എല്ലാവരും ആ മുഅ്മിനീങ്ങളെയൊക്കെ നമ്മുടെ മശായിഖുമാരെ ഉദ്ദേശിച്ചൊരു ഫാത്തിഹ ഓതുക. إلى حضراتهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അള്ളാഹു തആല നമ്മൾ ഓതിയ ഖുർആൻ അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ, അവരെ ഹദറത്തിലേക്ക് എത്തിക്കട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.